യേശു നല്ലത്. സന്തോഷം കർത്താവ് കരുതൽ ഉറക്കെ സ്തോത്രം ചെയ്യും. ഇന്നലെ നമ്മൾ ചിന്തിച്ച അതേ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ പോവുകയാണ്. ഇന്നലെ ഏതാണ് നമ്മൾ ചിന്തിച്ചത്? ഏതാണ് നമ്മുടെ പ്രസംഗവിഷയം? 22-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിച്ചാൽ ഈ ഉപവാസത്തിന്റെ 3-ാമത്തെ ദിവസത്തിന് ഒത്തിരി ഒത്തിരി പ്രാധാന്യതയും. കാരണം വിശുദ്ധ ബൈബിളില്ല 3-ാമത്തെ ദിവസത്തിന് അനവധി പ്രാധാന്യം. അതിന് ഏറ്റവും വലിയ പ്രാധാന്യത എന്ന് പറയുന്നത് 3-ാമത്തെ ദിവസം വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് വെളിവന്നു എന്നുള്ളത്.
യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള ബന്ധത്തിൽ സൈനികമായ ഒരു ശക്തി, മതത്തിൻ്റെതായ ഒരു ശക്തി, സാത്താന്റെ ശക്തികളും ഒന്നിച്ച് സമ്മേളിച്ച് ഒരുമിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് ഇവൻ ഉയർക്കത്തില്ല. എന്നാൽ ഇതിന് മൂന്നിനെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു യേശു കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. ഒരു കാര്യം ഞാൻ ആത്മാവിൽ പ്രാരംഭത്തിൽ ഓർപ്പിക്കാം. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഒരു അഭിഷേകം എന്റെയും നിന്റെയും ഉള്ളിൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് ശക്തികളെയും തകർത്തോ നിങ്ങൾ പുറത്തു വന്നിരിക്കും. വിശ്വസിക്കുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യും. കാരണം നമ്മുടെ വ്യാപരിക്കുന്നതിനെ പറഞ്ഞു ഉയർപ്പിന്റെ ശക്തിയുടെ വ്യാപാരമാണ്. അതുകൊണ്ട് മൂന്നാമത്തെ ദിവസത്തിന് വളരെ പ്രത്യേകതയുണ്ട്. ഈ മൂന്നാമത്തെ ദിവസം ചിലത് പുറത്തു വന്നിരിക്കും. ഇന്ന് രാവിലത്തെ ലേഡീസ് മീറ്റിംഗിന് ശേഷം ഞാനവിടെ ഭവനത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിരുന്നു. അവൻ ഇന്ന് അഭിഷേകത്താൽ പ്രാപിച്ച് അവൻ തുള്ളിച്ചാരി ആരാധിച്ച ബ്രദറിന്റെ ഉച്ചയ്ക്ക് ഭവനത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകത്താൽ നിറഞ്ഞു ആ മുറിക്കകത്തേക്ക് ഉരുണ്ട് വീണ് കർത്താവിൽ നിറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങി. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ഈ ദൈവ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നു. ആ സാന്നിധ്യം വിട്ടുപോയിട്ടില്ല. ഇവിടെ കയറി നിൽക്കുമ്പോൾ ശബ്ദമുണ്ടോ? ആത്മാവിന് വിഷയമല്ല. ആത്മാവിന് അടി ഒഴുകാൻ തുടങ്ങിയ ശബ്ദം നിങ്ങൾ അറിയാതെ എടുത്തുകൊണ്ടോ? ശബ്ദത്തിന് വലിയ പ്രത്യേകതയുണ്ട്. നിങ്ങളെ കൊണ്ടോ നിങ്ങൾ സ്തുതിക്കാൻ തയ്യാറായ മതി. ഈ അധികമുണ്ടോ? ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവത്തെ ആരാധിച്ചു കൊണ്ടുവരാൻ തുടങ്ങിയാൽ ഇത് ആരാധിക്കാൻ തുടങ്ങോ? ഓരോ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുക. അവൻ ഒരു കാര്യം ഓടിച്ചെന്ന് പറയാം. നിങ്ങൾക്കറിയാം, ഇസ്രായേൽ ജനത്തിന്റെ വീണ്ടെടുപ്പോ, ഇസ്രായേൽ ജനം കുഞ്ഞാടിനെ അറുത്ത് ചോരത്തലി പ്രാപിച്ച് അവർ ചെങ്കടൽ കിടക്കുന്നതിന് മുമ്പ് ഒരു വലിയ അത്ഭുതം സംഭവിച്ചു. എന്താ സംഭവിച്ചത് അറിയാമോ? ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുന്ന ഒരു കാര്യമില്ലാണ്. ഇത് പറയട്ടെ, മനസ്സിലോ? ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇവിടെ പുറപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാരോട്, നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ട് സംഹാര അവൻ നഗരമൊക്കെ പണിയിപ്പിച്ച് അവിടെ അധ്വാനം പിടിച്ച് എടുത്ത ഇവിടുത്തെ ഇസ്രായേലിന്റെ ശക്തിയെ മുഴുവൻ കൊള്ളയിട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ പട്ടണം വിട്ടു പോവുകയുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങളുടെ നന്മയെ പിടിച്ചു വെച്ച, നിങ്ങളുടെ നന്മയെ ചോദ്യം ചെയ്ത ഏത് ശക്തി ഉണ്ടോ ആ ശക്തിയെ വെല്ലുവിളിച്ച നിന്റെ ചെങ്കട കിടക്കുന്നതിന് മുമ്പ് ഒരു വലിയ വിജയത്തോടെ, ഒരു വലിയ ഉല്ലാസത്തോടെ, ഒരു വലിയ ആർപ്പോടെ, ഒരു സന്തോഷത്തോടെ എന്നെയും നിങ്ങളെയും മടക്കി അയക്കുമെന്നുള്ളതോ ദൈവത്തിന്റെ വാഗ്ദത്ത വചനമാണ്. ദൈവം ചെയ്ത ഒരു മർമ്മം നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. കർത്താവ് പറഞ്ഞു, നാളെ നിങ്ങളുടെ പുറപ്പാടിന്റെ സമയമാണ്. ആമേൻ. 10-ാം തീയതി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. കുഞ്ഞാടാകുന്ന കർത്താവിന്റെ നിഴലായിട്ടുള്ള കുഞ്ഞാടിനെ നിങ്ങൾ എടുക്കണം. എന്നിട്ട് ആ കുഞ്ഞാടിനെ ചോരത്തലി പ്രാപിക്കുവാൻ നിങ്ങളുടെ വീടിൽ നിന്ന് ഓരോ കുടുംബത്തിന് ഓരോ ആട് വെച്ചെടുക്കണം. ആ വീട്ടിലുള്ളവന് തിന്നാൻ പോരായെങ്കിൽ അയൽവക്കക്കാരനെ കൂടി കൂട്ടുപിടിച്ചേക്കണം. ഓരോ കുടുംബത്തിന് ഒരു ആട് വെച്ചെടുക്കണം. എന്നിട്ട് 10-ാം തീയതി നിങ്ങളുടെ വീട്ടിൽ നിന്നും ആടിനെ മാറ്റി കെട്ടണം. എത്ര ദിവസം? 4 ദിവസം ആടിനെ മാറ്റി കെട്ടണം. 6 ലക്ഷത്തോളം കുടുംബം ഗോഡ്സേയുടെ ദേശത്ത് ഇപ്പം പാർക്കുന്നുണ്ട്. 6 ലക്ഷം കുടുംബത്തിന് ഓരോ ആട് വെച്ച് മാറ്റി കെട്ടിയാൽ ഒരു മെഗാ ചർച്ചായി അത് മാറ്റപ്പെട്ടു. മിസ്രൈം കൊട്ടാരത്തിനും ഗോഡ്സേയുടെ ദേശത്തിനും നടുവിലായിട്ടോ ആടുകളെ മാറ്റിക്കെട്ടി. എവിടെ ആടിനെ മാറ്റിക്കെട്ടേണ്ടത്? തൊഴുത്തീനെ മാറ്റിക്കെട്ടേണ്ടത്. ആടിനെ തൊഴുത്തീനെ മാറ്റിക്കെട്ടിയാൽ എന്തുണ്ടാകും? ആടിനെ വളർത്തിയിട്ടുള്ളവർക്കറിയാം. ആടിനെ തൊഴുത്തീനെ മാറ്റിക്കെട്ടിയാൽ ഒരിക്കലും ആട് മൗനമായിരിക്കത്തില്ല. ആട് അലച്ചുകൊണ്ടിരിക്കും. തൊഴുത്തീന്ന് മാറ്റിക്കെട്ടി ആട് ഏതെങ്കിലും ഓർമ്മയിനകത്തുണ്ടെങ്കിൽ ഗോതരത്തിന്റെ താക്കോലിട്ടോ
അവൻ വായ അടച്ചു വെക്കത്തില്ല, അവൻ അടച്ചുകൊണ്ടിരിക്കും. അപ്പൊ തൊഴുത്തിന് മാറ്റിക്കെട്ടി ആടാണെന്നോ മുഖത്ത് നോക്കിയാൽ അറിയത്തില്ല, ശബ്ദം കേട്ടാൽ അറിയാം. 94 തൊഴുത്തിന് മാറ്റിക്കെട്ടി ആടായതുകൊണ്ടോ ഇതിനകത്ത് ശ്വാസം നിലക്കുന്നതുവരെ ഇത് അലച്ചുകൊണ്ടിരിക്കും. പഠനത്തിന് മർമ്മങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എടുപ്പിക്കാൻ സമയമില്ല. പറയുന്ന വാക്യം പുറപ്പാട് 12-ലുണ്ട്. പിടിച്ചെന്ന് വായിച്ചാൽ മതി. 10-ാം തീയതി മാറ്റിക്കെട്ടിയ ആടിനെ 4-ാമത്തെ ദിവസം നിങ്ങൾ അറുക്കണം. അതിന്റെ അർത്ഥം 10-ാം തീയതി മാറ്റിക്കെട്ടിയ ആടിനെ നിങ്ങൾ 4 ദിവസം സൂക്ഷിക്കണം. രാമൻ പറയാൻ പറ്റുമോ? ഇതിന്റെ ആ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ പറയാം. ഗോഷേൻ എന്ന് പറയുന്ന ദേശത്ത് ഇസ്രായേൽ മക്കളമാർക്കുന്നത്, തൊട്ടടുത്ത പട്ടണം എന്ന് പറയുന്നത് മിസ്രയീമിന്റെ കൊട്ടാരമാണ്. ഇതിന്റെ രണ്ടിന്റെയും നടുവിലേക്കാണ് ആടിനെ മാറ്റിക്കെട്ടിയത്. ഒന്ന് ശ്രദ്ധിക്കണേ, 6 ലക്ഷം ആടിനെ ഒരുമിച്ച് മാറ്റിക്കെട്ടിയ ഇത് ഒരുമിച്ച് അലച്ചാൽ ഫറവോന്റെ ചെവി നിന്നില്ല. ഫറവൻ ചെവി മത്തിക്കൊണ്ട് പറയില്ല, ഇത് എന്ന അലർച്ചയാ, ഇത് എന്ന ഒച്ചപ്പാടാ, ഇത് എന്ന ബഹളമാ. ഈ ആടെല്ലാം കൂടി ഇങ്ങനെ അലക്കാൻ പോയാൽ നമ്മുടെ സമാധാനം കൂടെ നഷ്ടപ്പെടുമല്ലോ. ഒരു ദൂതിയ പറയാ, ഈ ആട് അലക്കുന്നത് കൊണ്ടാ ഈ പട്ടണം നിലനിൽക്കുന്നത്. നിന്റെ ആരാധനയും നിന്റെ ഒച്ചപ്പാടും ബഹളോ നിന്റെ ബന്ധുക്കൾക്ക് അരോചകത്വമാകാം. എന്റെ സൈന്യങ്ങളുടെ നാമത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞത് നിന്റെ ആരാധനയാണ് നിന്റെ പാപം നിലനിൽക്കുന്നത്. ഈ 6 ലക്ഷം ആടിന് മാറ്റിക്കെട്ടി ഇവ ഒരുമിച്ച് അലക്കാൻ തുടങ്ങി. അവൻ തൊഴുത്തിന് മാറ്റിക്കെട്ടിയ ആട് അലച്ചുകൊണ്ടിരിക്കും. ആടിനെ വളർത്തിക്കൊണ്ട് വീടായില്ലേ. അതുകൊണ്ട് അനുഭവത്തിൽ വിളിച്ചത് പറയുന്നത് 6 ലക്ഷം ആട് അലച്ചു. എത്ര ദിവസം പറ? 4 ദിവസം. ഇതൊക്കെ 10-ാം തീയതി ആടിനെ അടിച്ചു, 4-ാം തീയതി അറുത്തു. എന്തിനാ ദൈവദാസനെ ഈ 4 ദിവസം ആടിനെ മാറ്റിക്കെട്ടിയതോ? പറയാം, ആ ദൂത് ഹൃദയത്തിൽ ഉടക്കുന്നെങ്കിൽ ഈ എഴുന്നേറ്റ് നൃത്തം ചെയ്തേക്കണം. ഇവിടെ കഴിഞ്ഞ 400 വർഷമായിട്ടോ ഫറവോൻ ജനത്തിന് വേണ്ടിട്ട്
ആരാധിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് അവന്റെ രക്തം എത്രമാത്രം നിർജീവ പ്രവൃത്തികളെ പോക്കി ആരാധന സ്വീകരിക്കും, ദൈവത്തിന് പ്രസാദമാകും. ദൈവത്തിന് വരാം. അപ്പൊ ആരാധന എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആണ്. ആരാധിക്കുന്ന ദൈവസഭ വളർന്നിട്ടുണ്ട്. ആരാധിക്കുന്ന ദൈവസഭയിൽ വിടുതലുകൾ ഉണ്ടാകാറുണ്ട്. ഈ ആരാധന കുറയരുത്. സഭയുടെ വളർച്ച ആരാധനക്കകത്താണ്. ആരാധന കുറഞ്ഞു പോകരുത്. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. നമുക്ക് തിരിച്ചു വരാം. ഇന്ന് രാത്രി നാം വീണ്ടും ആ തിരുവചനത്തിലേക്ക് വരുന്നു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടത് എന്തോ. ഇന്ന് കർത്താവ് അനുവദിക്കുന്നെങ്കിൽ അതിന്ന് പറഞ്ഞു തീർക്കണം. Praise the Lord. Praise the Lord. നിങ്ങൾക്കറിയാമോ ഈ ശബ്ദം ക്രൂശിലെ ശബ്ദമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു, യേശു കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞത് 7 മൊഴിയാണ്. 7 മൊഴികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് 3ആയിട്ട് തിരിക്കുന്നു. 1, ഇരുട്ടുണ്ടാകുന്നതിന് മുൻപ് യേശു പറഞ്ഞ മൊഴികൾ. 2, ഇരുട്ടിൽ യേശു പറഞ്ഞ മൊഴി. 3, വെളിച്ചം വന്നപ്പോൾ യേശു പറഞ്ഞ മൊഴി. ആദ്യത്തെ 3 മൊഴിയും അവസാനത്തെ 3 മൊഴിയും എടുത്തു മാറ്റി വെച്ചാൽ നടുവിൽ ഒന്നുണ്ട്. ആ മൊഴി നാം വായിച്ചതാണ്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടത് എന്തോ. ഒന്നുകൂടി പറയാം. 1ാമത്തെ മൊഴി ആരംഭിക്കുന്നതോ പിതാവേ എന്ന് വിളിച്ച, ഒടുക്കം അത് അവസാനിക്കുന്നതോ പിതാവേ എന്ന് വിളിച്ച തെളിവിനോ, പിതാവേ ഇവൻ ചെയ്യുന്നത് എന്തെന്നറിയായികയാ, ഇവരോട് ക്ഷമിക്കണമേ. ഒടുവിൽ പിതാവേ എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. അത് തുടക്കം പിതാവേ എന്ന് വിളിച്ചു, ഒടുക്കം പിതാവേ എന്ന് വിളിച്ചു. ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ പിതാവേ എന്ന് വിളി മാറ്റി കേട്ടോ. വിളിച്ചു പറയുന്നു, എന്റെ ദൈവമേ. ആമേൻ. എന്താ സംഭവിച്ചത്? ഇന്ന് ചിലതിന്റെ കെട്ടുപൊട്ടിക്കാൻ തമ്പുരാൻ ഇഷ്ടമുള്ളതുണ്ടോ? ഈ ദൂരം നീ തിരിച്ചറിയണം. നമ്മൾ വെളുപ്പിന് 6 മണി എന്ന് പറയുന്നത് യഹൂദന്റെ 1 മണിയാണ്. നേരം വെളുത്ത 6 മണി എന്ന് പറയുന്നത് യഹൂദന്റെ 1ാമത്തെ മണിയാണ്. അവൻ 1ാമത്തെ മണി ആരംഭിക്കുന്നത് നമ്മുടെ 6ാമത്തെ മണിയില്ല. അങ്ങനെയാണെങ്കിൽ യേശു എന്റെ ദൈവമേ എന്ന് വിളിച്ചത് 6ാം മണി നേരത്തിനും 9ാം മണി നേരത്തും 3 മണിക്കൂറോ ദേശത്തേക്കും ഇരുട്ടുണ്ടായി. നട്ടിച്ച സമയത്തോ കൃത്യം 12 മണി കഴിയുന്ന സമയത്തോ യേശു ഉറക്കെ വിളിച്ചു പറയുന്നു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്നോ. കുറച്ചുകൂടി ശ്രദ്ധിക്കണേ. യേശു വിളിച്ചു പറഞ്ഞ ശബ്ദം വെളിച്ചത്തിൽ നിന്നല്ല വിളിച്ചു പറഞ്ഞത്. യേശു വിളിച്ചു പറഞ്ഞ ശബ്ദം വെളിച്ചത്തിൽ നിന്നല്ല പുറത്തു വന്നത്. പകരം ഇരുട്ടിൽ അശരീരി പോലെയാണ് ആ വെളിച്ചം ലോകം കേട്ടത്. മനസ്സിലായവർക്കായി ഒന്നുകൂടി തെളിയിച്ചു പറയാം. യേശു എന്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിച്ചത് 6ാം മണി നേരത്തും 9ാം മണി നേരത്തും ഇരുട്ടുണ്ടായ സമയത്താണ്. എന്ന് വെച്ചാൽ ഇവൻ വിളിച്ചു പറയുന്നതും ഇവന്റെ ചുണ്ടനങ്ങുന്നതും ഇവന്റെ ശബ്ദം ഇവന്റെ കണ്ടനാളത്തിലൂടെ വെളിയിൽ വരുന്നതും ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് ഒരുത്തനും കണ്ടിട്ടില്ല. പിന്നെ എന്താ സംഭവിച്ചത്? അത് പിതാവും പുത്രനും തമ്മിലുള്ള ഒരു സ്പെഷ്യൽ ടൈമായിരുന്നു. ആ എന്റെ ദൈവമേ എന്ന് വിളിച്ച സമയം. മനസ്സിലായവർക്കായി കുറച്ചുകൂടി പറഞ്ഞാൽ എനിക്ക് 2 അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ദൈവം നൽകി തന്നു. 2 അവൻ കുഞ്ഞുങ്ങളെയും അവൻ
പ്രസവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നത് രണ്ടും സിസേറിയനായിരുന്നു. അവൻ എന്റെ കുഞ്ഞ് അവരുടെ വയറ്റിൽ കിടക്കുന്നു. 9 മാസവും 9 ദിവസവും 9 വിനാഴികയും അടുത്ത സമയത്ത് അവർക്ക് ഡെലിവറി പെയിൻ ഉണ്ടായി. ഞാൻ വേഗത്തിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഒരു സ്ട്രെച്ചറിൽ കയറ്റി കിടത്തി. ഞാൻ കൈ തട്ടിക്കൊണ്ട് പറഞ്ഞു, ആശ്വസിക്കുക, ഞാൻ അടുത്തുണ്ട്, ധൈര്യമായിരിക്കുക, ഞാൻ അടുത്തുണ്ട്. ആ വണ്ടി അവർ ചേർന്ന് തള്ളി ലേബർ റൂമിന്റെ അടുത്തെത്തി. ഞാൻ അവളോടൊപ്പം അടുത്തോട്ട് കയറാൻ പോയപ്പോ ഒരു കൈയുടെ പുറത്തോട്ട് തള്ളി പറഞ്ഞു, നോ, നിങ്ങളകത്ത് പ്രവേശിക്കരുത്, നിങ്ങൾ പുറത്തു നിൽക്കുക. ഇവിടം കഴിഞ്ഞാൽ നിങ്ങൾക്കകത്ത് കയറാൻ കഴിയത്തില്ല. ഈ വേദനയുടെ പുറംതലമേ നിങ്ങൾക്ക് വരുവാൻ കഴിയത്തുള്ളൂ. ഇനിയുള്ള സമയം കത്തിവെക്കുന്ന സമയമാണ്. ഇനിയുള്ള സമയം വേദനയുടെ സമയമാണ്. ഇനിയുള്ള സമയം നെടുവീർപ്പിന്റെ സമയമാണ്. അത് നിങ്ങൾ കണ്ടു നിൽക്കത്തില്ല. അത് സംഭവം നിങ്ങളുടെ കുഞ്ഞ, നിങ്ങളുടെ ഭാര്യ, പശുകത്തെ വേദനയോ ആ കത്തിവെക്കുന്നതോ ആ മുറിക്കുന്നതോ നിങ്ങൾ കണ്ടു നിൽക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടം വരെ വന്നാൽ മതി, നിങ്ങൾ ഇവിടെ നിന്നാൽ മതി. അകത്ത് ഞാനും എന്റെ പിതാവും എന്റെ പുത്രനും തമ്മിൽ കത്തി കൊണ്ടുള്ള ചില പ്രയോഗമാണ്. മനസ്സിലായവർക്കായി സ്വന്തം ഇനി ഊരിനകത്തേക്ക് കേറട്ടെ. അത് ഇരുട്ട് വന്നു. എന്തിനാ ഇരുട്ട് വന്നത് പറയാം. ലോകത്തിന്റെ മനുഷ്യൻ അവ തിന്നുന്ന നാളിൽ മരിക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനം ദൈവത്തോട് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുക. കാൽവരിയുടെ കുലക്കളത്തിൽ ഇതാ പിതാവിന്റെ കോപത്തിന്റെ അഗ്നിയിൽ ഇതാ പുത്രനായ യേശു വെന്തു മരിക്കുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ ഇതാ ദൈവം മോശയോട് പറയുന്നു, മോശേ, ആ പർവ്വതത്തിൽ നിന്ന് എല്ലാവരും ഓടി മാറാൻ പറ. ഒരു തെരുവാലും പർവ്വതത്തെ തൊട്ടുപോകരുത്. ഒരു കണ്ടുകാരിയാകട്ടെ, ഒരു മൃഗമാകട്ടെ, ആ പർവ്വതത്തെ തൊടരുത്. എന്താണ്? ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയായി ഞാൻ ഇറങ്ങാൻ പോകുക. ഉടനെ പുക പോലെ ഒന്നവിടെ ഇറങ്ങി. അവിടെ പറയുന്നു, സീനായി പർവ്വതം പുക കൊണ്ട് നിറഞ്ഞു. ഒരു മനുഷ്യനോ പർവ്വതം കാണാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യനോ പർവ്വതം ഇപ്പോൾ നേത്രങ്ങളുണ്ട്, കാണുവാൻ കഴിയുന്നില്ല. എന്താ സംഭവിക്കുന്നത്? ദൈവം അവിടെ ഇറങ്ങി വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇരുട്ടുണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവം ഇറങ്ങി വന്നു. ദൈവം ഇറങ്ങി വന്നു. ദൈവം ഇറങ്ങി വന്നു. ദൈവം ഇറങ്ങി വന്നു. തീർന്നില്ല. അത് തെളിയിച്ചു പറയാം. ആ ഇരുട്ടുണ്ടായപ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയണ്ടേ? തെളിച്ചു കേൾക്കാം. ഇരുട്ടുണ്ടായപ്പോൾ സംഭവിച്ചത് പിതാവ് ഇറങ്ങി വന്നു. എങ്ങനെ പറയാം? അത് മോറിയ മലയിലേക്ക് പോ. മോറിയ മലയിൽ സ്വന്തം മകനെ കൈകാലുകൾ കെട്ടി വിറകുകൾ അടുക്കി അതിനെ പുറത്തു വെച്ച് അപ്പൻ കത്തിയെടുത്ത് സ്വന്തം മകനായ ഇസ്ഹാക്കിനെ മുറിക്കാനായിട്ട് കത്തിയെടുത്തു. എന്താ തമ്പുരാൻ പറഞ്ഞു? പാലിന്റെ മേൽ കത്തി വെക്കരുത്. അബ്രഹാമേ, നിന്റെ പാലിന്റെ മേൽ കത്തി വെക്കരുത്. പകരം എന്ത് ചെയ്തെന്നറിയണ്ടേ? അബ്രഹാമിന്റെ കയ്യിലെ കത്തി പിതാവാം ദൈവം ഏറ്റെടുത്തു. എന്നിട്ട് പറഞ്ഞു, നിന്റെ മകന് പകരം എന്റെ മകനെ അബ്രഹാമിന്റെ കയ്യിലെ കത്തി പിതാവാം ദൈവം വാങ്ങിച്ചു. അബ്രഹാമിന്റെ കയ്യിലെ കത്തി അവൻ പിതാവ് വാങ്ങിച്ചു. എന്നിട്ട് പറഞ്ഞില്ല, ഇനി നിന്റെ മകനെ അല്ല വെക്കുന്നത്, പകരം എന്റെ കുഞ്ഞിനെ, എന്റെ ഏകജാതനെ, എന്റെ പൈതലിനെ ഞാൻ അറക്കാൻ പോകുകയാണ്. പക്ഷെ ഒരേ ഒരു കാര്യം, എന്റെ കുഞ്ഞിനെ അറുക്കുന്നത് ലോകം ലേബർ റൂമിലോട്ട് കയറ്റി അവൻ ഡോക്ടറും നേഴ്സും ഒരു കർട്ടൻ അവൻ ഇട്ടോ. നമ്മളെ തമ്മിൽ അകറ്റുന്നത് പോലെ മനുഷ്യരെയും കൊൽഗോത്ത മലവരെ കുരിശു ചുമന്ന് കൂടെ ഉണ്ടായ യെരൂശലേം സ്ത്രീകളെയും ശിഷ്യന്മാരെയും ദൈവമെല്ലാം അകറ്റി നിർത്തിയിട്ട് പിതാവിന്റെ കോപത്തിന്റെ അഗ്നിയിൽ ഇതാ യേശു കർത്താവ് വെന്തു വീഴുകയാണ്. ആ ഇരുട്ടിൽ സംഭവിച്ചത് അവൻ പുത്രനായ യേശു സ്വന്തം പിതാവിന്റെ മുമ്പിൽ തല കാണിച്ചു കൊടുക്കുന്നു.
ലോകം കേട്ടത് ഇരുട്ടിൽ നിന്നു ഒരു നിലവിളി മാത്രമാണ്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധ പൗലോസ്ലീഹ ദമസ്കോസിലെ വഴിവാതിക്കൽ വെച്ച് കർത്താവിനെ പിടിക്കപ്പെട്ടു. അറബിയിലേക്ക് പോയി. അവിടെ ചെന്ന് താൻ അറബിയിൽ ഇരിക്കുമ്പോൾ, ദൈവത്തോട് സമയം ചെലവഴിക്കുമ്പോൾ ഇത് സ്വർഗ്ഗം ഇറങ്ങി വന്ന് പറയുന്നു, പൗലോസേ, ആ ക്രൂശിൽ ഇരുട്ടുണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നിനക്കറിയണ്ടേ? ആ ക്രൂശിൽ കിടക്കുമ്പോൾ 6 മണി മുതൽ 9 മണി വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നിനക്കറിയണ്ടേ? പറയാം, എഴുതാൻ പറഞ്ഞു. അവൻ കൊരിന്ത ലേഖനത്തിൽ എഴുതി, 15 അധ്യായത്തിൽ എഴുതി. ആ ഇരുട്ടുണ്ടായപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഒരു ശബ്ദം അവൻ പൗലോസ് കേട്ടു. ആ ശബ്ദം ഇതായിരുന്നു, ഹേ മരണമേ, നിന്റെ ചെയ്യണമെന്ന്. നിന്റെ വിഷമുള്ളവരെ ലോകത്തിന് മനസ്സിലായില്ല ആ ഇരുട്ടിൽ എന്ത് സംഭവിച്ചെന്ന് എന്ന് ഞാൻ വിളിച്ചു പറയാം. ആ ഇരുട്ടിലാണ് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ എന്റെ യേശു കാൽക്കീഴെ ചവിട്ടിയത്. ആ ഇരുട്ടിലാണ് അവന്റെ തലയെ കർത്താവ് തകർത്തത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ബൈബിൾ പറയുന്നുണ്ട്, ആ ഇരുട്ടിലെ കർത്താവ് വിളിച്ചു പറഞ്ഞ ശബ്ദമത്രേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടത് എന്തോ. നിങ്ങൾക്കറിയണോ? ശിഷ്യന്മാർ കൈവിട്ടു, അവൻ അത്ഭുതം കണ്ടവർ കൈവിട്ടു, അപ്പം തിന്നവർ കൈവിട്ടു, അവൻ കുഷ്ഠരോഗം മാറിയവർ കൈവിട്ടു. എന്തിനാണ്? മരിച്ച ബന്ധുവാണ് 3 യേശു ഉയർപ്പിച്ചില്ലേ, അവർ പോലും യേശുവിനെ കൈവിട്ടു. അപ്പോൾ യേശു ഇങ്ങനെ നിലവിളിച്ചില്ല. അവൻ യേശു ആകെ കൂടി നിലവിളിച്ചത് പിതാവ് കൈവിട്ടപ്പോഴാണ്. ഇനി ഒരു ദൂത പറയാൻ പോകുക. അവൻ ഉറക്കെ നിലവിളിച്ചു, എന്നെ കൈവിട്ടത് എന്തിന്? സന്തോഷമുണ്ടോ? 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 ഈ ഓടി വന്നേ. നിങ്ങൾ കേൾക്കണോ? കാൽവരി ക്രൂശിൽ കിടക്കുന്ന സ്വന്തം പുത്രനെ കർത്താവ് എന്ത് ചെയ്തു? പറ, കൈവിട്ടു. രണ്ട് കൈ പിടിച്ചു. ഇവനെ കൈവിട്ടു. സ്വന്തം പുത്രനാ. ഇവനെ തമ്പുരാൻ കൈവിട്ടു. അമ്മോ പറയുന്നത് എന്നെ വിളിക്കാത്തത്. അവന് ഇവൻ നിൽക്കുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാത്ത ഭാഷ നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ഒരു വിളക്ക് കൈപ്പൊട്ടുക. പിതാവിന്റെ സ്വന്തം പുത്രൻ. ഇവൻ വിളിക്കുന്നു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്താ? സ്വന്തം പിതാവ് കൈവിട്ടിരിക്കുന്നു. പിതാവേ, അങ്ങയുടെ കൈയുണ്ട്. സ്വന്തം പുത്രനല്ലേ നിലവിളിക്കുന്നേ. ആ കയ്യെ അവൻ പിടിക്കുന്നില്ല. ആ കയ്യെ പിടിക്കാതെ പിതാവ് ഇങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ ഇതാ ഒരുത്തൻ ഇവിടെ നിൽക്കുന്നു. അവന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ പിതാവിന് കൈ കൊടുക്കാതെ എന്തിനാണെന്നറിയാമോ? നിനക്ക് കൈ തരാൻ വേണ്ടിയാ. എന്റെ പിതാവിന്റെ കൈ എന്റെ പുത്രന് ഞാൻ കൈ കൊടുക്കാൻ വേണ്ടിയാണെന്നറിയാമോ? ഇന്ന് രാത്രി ആണ്ടിലായിരിക്കുന്ന നിനക്ക് അവൻ കൈ തരാൻ വേണ്ടിയാ. സ്വന്തം പുത്രൻ എന്റെ ദൈവമേ എന്ന് നിലവിളിക്കുമ്പോൾ പിതാവ് പറയുന്നു, കുഞ്ഞേ, മകനെ, സോറി, ഒന്ന് ക്ഷമിക്ക. എന്ത് പറ്റിയെന്നറിയാമോ? നിന്നെ ഞാൻ അല്പസമയത്തേക്ക് ഒന്നും മറക്കുകയ. എന്തിനോ? എനിക്ക് ഇവന്റെ കൈക്ക് പിടിക്കാൻ. മനസ്സിലായോ? ഇന്ന് രാത്രി വേളയിലുണ്ടല്ലോ, ഒരിന്റെ കസേരയുടെ ഒത്തിരി ഉണ്ട്. കസേര നോക്കിയല്ല ഞാൻ പ്രസരിക്കുന്നത്. എന്റെ മുമ്പിൽ വരുത്തം മതി. അവൻ സ്വന്തം
സ്വന്തം പുത്രന്റെ കൈക്ക് പിടിക്കാതെ എന്റെയും നിന്റെയും കൈക്ക് പിടിച്ച ഈ മഹാസ്നേഹത്തെ ഓർത്ത് എത്ര നേരെന്ന് ഒന്നാരാധിക്കും. ഒന്നാരാധിക്കാൻ അഞ്ചു വർഷം സ്ഥാപിച്ചവർ സ്വന്തം പുത്രന്റെ കൈ മാറ്റിയിട്ട് എന്റെയും നിന്റെയും കരത്തിൽ പിടിച്ച ഈ കർത്താവിനെ ജീവനുള്ള കാലമൊക്കെ സ്തുതിക്കണം. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? യേശുവിനെ തണുപ്പൂരിട്ടാണ് കൈയിട്ടിരിക്കുന്നത്. ഹലോ, കർത്താവ് സ്വന്തം വന്നു. എന്നെ ഇവിടെ വിളിച്ചാലും ഇനി വിളിച്ചില്ലേ, ഞാൻ ഒരു കാര്യം ആത്മാർത്ഥം, ദൈവത്തെ ആരാധിക്കാനല്ല നമ്മൾ വരുന്നതെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുന്നതാണ്. സ്തോത്രം. കാരണം വിളിച്ച ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ എന്റെ ദൈവമേ എന്നെ കൈവിട്ടത്. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഇന്നലെ എന്റെ സാക്ഷി ഞാൻ പറഞ്ഞു, ഡിസംബർ മാസം ഭാര്യയുടെ ക്യാൻസർ 3 പ്രാവശ്യം ബയോപ്സി റിപ്പോർട്ട് വന്നു. എല്ലാവരും കൈവിടപ്പെട്ടു. എന്തായിരുന്നു എന്ന് സാക്ഷ്യം പറഞ്ഞ തീർത്തില്ല. പറയാം, അന്ന് ദൈവം എന്നോട് ഇടപെട്ട വചനമായി. നിങ്ങളെ ദൈവം കൈവിട്ടു എന്ന് തോന്നിയ നിങ്ങൾ എന്ത് ചെയ്യണം? അത് പഠിക്കാൻ താല്പര്യമുള്ളത്. നിങ്ങളെ കൈവിടില്ല. കൈവിട്ടു എന്ന് തോന്നുന്നത് യാഥാർത്ഥ്യമല്ല. കൈക്ക് പിടിച്ച ദൈവം നിങ്ങൾ ഒരിക്കലും കൈവിടത്തില്ല. സന്തോഷം. 3ാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന സഭയിൽ നടക്കുമ്പോൾ അവൻ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് ആനി മേഡം എന്നെ മീറ്റിംഗിനിടയ്ക്ക് ഫോൺ ചെയ്തിട്ട് പറയുന്നു, പാസ്റ്റർ ഇപ്പോൾ എവിടെയാ? ഞാൻ ഒരു മീറ്റിംഗില. ഒരു കാര്യം ചെയ്യുക, പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്തോ. ഞാൻ ചെയ്യുന്ന മതി. 3 പ്രാവശ്യം ബയോപ്സി റിപ്പോർട്ട് കീമോ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഭാര്യയ്ക്ക് എഴുതിയില്ലേ? എഴുതി. എന്നാൽ അവസാനമായി ഇന്നലെ വൈകിട്ടെടുത്ത അതിന്റെ അകത്ത് ക്യാൻസർ എന്നൊരു കണ്ടില്ല.
ഇന്നിവിടെ പ്രസംഗിക്കുമ്പോൾ എന്റെ ഭവനത്തിൽ നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എനിക്ക് ദൈവം തക്ക തുണയായി തന്ന എന്റെ ഭാര്യ ഇന്നും എന്നോടൊപ്പം കർത്താവിന്റെ വേല ചെയ്യുന്നതിന്റെ കാരണം എന്റെ യേശു എന്നെ കൈവിട്ടില്ല. ഈ കർത്താവിന്റെ സാക്ഷി നിർത്തി ഈ പുൽപ്പിറ്റിൽ നിന്നോ ദൈവത്തിന്റെ വചനത്തിൽ വിളിച്ചു പറയുന്നു, അവനെ സ്വീകരിച്ചതിന്റെ, അവനെ കണ്ടെത്തിയതിന്റെ, അവനെ വേണ്ടി ഇറങ്ങിയതിന്റെ എന്റെ യേശു കൈവിടുകയില്ല. രണ്ടാമത് പറഞ്ഞൊരു സാക്ഷ്യം ഇന്നലെ അത് തീർക്കാം. അവൻ പൊട്ടിച്ചെന്നു, എന്നെ പോലീസ് പിടിച്ചിരുത്തി. പറഞ്ഞില്ലേ? തീർത്തായിരുന്നോ? ഇല്ല. 24 മണിക്കൂറേയാണ് അവിടെ ഇരുന്നു. തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് കയ്യിൽ തന്നു. രാവിലെ 9 മണിക്കത്തെ ഫ്ലൈറ്റിന് പോരാൻ വേണ്ടി ഞാൻ പോയി വസ്ത്രമൊക്കെ മാറി മുഖമൊക്കെ കഴിഞ്ഞ് വന്നോ. എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ഇതാ 7 മണി 7:30 മണിക്കത്തെ ഡ്യൂട്ടിക്ക് ഒരു പറ്റം പോലീസുകാരും ഒരു അറബിയും ഒരു യൗവനക്കാരൻ അറബിയും കൂടി എയർപോർട്ടിലോട്ട് കയറി വരുന്നു. അവൻ കടന്നങ്ങ് പോയി. ഇതുപോലെ ഒറ്റയ്ക്ക് ഇരിക്കുക. തിരിച്ചു പോയിട്ട് അവൻ തുടങ്ങി ചോദിച്ചു, നീ എന്തിനാ എവിടെ ഇരിക്കുന്നത്? അവൻ നിന്റെ പോലീസിനെ അറസ്റ്റ് ചെയ്തിരിക്കുക. എന്തിനോ? വിസിറ്റിംഗ് ഉടനെ എന്നെ അറസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചു. എന്തിനാ അറസ്റ്റ് ചെയ്തേ? അവൻ മതപ്രസംഗത്തിന് വന്നതാ. നിന്നോട് പറഞ്ഞു അവൻ വന്ന മതപ്രസംഗത്തിന്. അവന്റെ വിസ നോക്ക്, ടൂറിസ്റ്റ് വിസ. ഇല്ലീഗലായിട്ടൊന്നുമില്ല, അത് നോർമലായിട്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വരുന്നവരെ ആചരിക്കണമെന്നുള്ളത് രാജ്യത്തിന്റെ നിയമമാണ്. എന്നോട് നേരെ ചോദിച്ചു, നീ എത്ര ദിവസത്തേക്കാവണ്ടേ? ഞാൻ 7 ദിവസത്തേക്ക്. നോ, നീ 1 month വന്നിക്കണം. പാസ്പോർട്ട് ടിക്കറ്റ് മേടിച്ചു. അവന്റെ മുമ്പിലേക്ക് ഇട്ടുകൊണ്ട് ഇതിന്റെ മുമ്പിൽ പോലീസുകാരെല്ലാം മുട്ട നിൽക്കുക. ഇട്ടുകൊണ്ടെന്ന് പറഞ്ഞു 1 month മേടിക്കാൻ പറഞ്ഞു. മൾട്ടിപ്പിൾ വിസ അടിച്ചു കിട്ടി. 5 പ്രാവശ്യം VIP ലൈനിലൂടെ ഞാൻ കയറിപ്പോയി. ഇതിനകത്തിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകമാണ്, ഇതിനകത്തിരിക്കുന്ന ദൈവത്തിന്റെ ദാസ്യമാണ്, ദൈവത്തിന്റെ ജനമാണ്, അഭിഷേകന്മാരാണ്. ടിക്കറ്റ് മേടിച്ച് കൈ കൊണ്ടുവന്ന് തരുന്നത് വരെ ഈ മനുഷ്യനെ എണ്ണിയെടുക്കാൻ നിൽക്കുക. എനിക്കത് ആരാ അറിയത്തില്ല, എനിക്ക് അറബിയും അറിയത്തില്ല, ഇംഗ്ലീഷും അറിയില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്നില്ല. അടിച്ച് കൈ കൊണ്ടുവന്നപ്പോ ഈ മനുഷ്യന്റെ മുഖത്ത് നോക്കി എന്നോട് പറഞ്ഞു, ആ കൈ തരാൻ പറഞ്ഞു. ഒരു പദം പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, ദ മാൻ ഓഫ് ഗോഡ്. 2-3 മൊബൈലില്ല, 2-3 ഉണ്ട്. എനിക്കൊന്ന് X70 ഫോൺ ഇറങ്ങിയ സമയത്താണ്. നമ്മുടെ കയ്യിൽ ആരുടെയും കിട്ടിയിട്ടില്ല, അത് അവന്റെ ഇരിക്കുക. അവിടെ പറഞ്ഞു, മൈ ഗിഫ്റ്റ്. കർത്താവ് നല്ലൊരു കൈ വിട്ടെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? അടുത്തിരിക്കുന്ന കൈ വിട്ടെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? എന്ത് പറഞ്ഞു? മറ്റൊരാൾ പറഞ്ഞു, അടിസ്ഥാനങ്ങൾ മറന്നുപോയാൽ നീതിമാൻ. മറ്റൊരാൾ പറഞ്ഞു, എന്ത് ചെയ്യും? എന്തൊക്കെയുണ്ടോ? ദൈവം നിങ്ങളെ കൈവിട്ടു എന്ന് തോന്നിയാൽ നിങ്ങൾ ചെയ്യേണ്ട 1ാമത്തെ കാര്യം. അതിന്റെ 2ാമത്തെ വാക്യം വായിച്ചു.
22-ന്റെ 2-ാമത്തെ വാക്യം. അപ്പൊ ദൈവം നിങ്ങളെ കൈവിട്ടു എന്ന് തോന്നിയാൽ ഒന്നാമത് ചെയ്യേണ്ടത് പ്രാർത്ഥന നിർത്തരുത്. പ്രാർത്ഥന നിർത്തരുത്. രാവിലെയും വിളിക്കണം, നീ ഉച്ചത്തിന് വിളിക്കണം, വൈകിട്ട് നീ പ്രാർത്ഥിക്കണം. ഇതിനോർത്ത് വേറെ എന്തോ സംഭവം ചെയ്യാൻ പറയാൻ പോകുന്നില്ല. പ്രാർത്ഥനയ്ക്ക് 3 അവസ്ഥയുണ്ട്. ഒന്ന്, പെട്ടെന്നുള്ള മറുപടി. 2, താമസിച്ചുള്ള മറുപടി. 3, മറുപടിയേ ഇല്ല. പ്രാർത്ഥിക്കുന്ന നമ്മൾ ഇത് 3 പറയണം. എന്തൊക്കെയാ? പെട്ടെന്നുള്ള മറുപടി, താമസിച്ചുള്ള മറുപടി, മറുപടിയേ ഇല്ല. ഇതിൽ 3 നിങ്ങൾക്ക് ഇഷ്ടമല്ല. പെട്ടെന്നുള്ള മറുപടി അല്ലേ? അതല്ലേ ഇഷ്ടം. ഒരു കുഞ്ഞ് എന്റെ മോനെ പഠിക്കുന്നുണ്ട്, പറയുന്നുണ്ട് താമസിച്ചുള്ള മറുപടിയാ വെച്ചിട്ടുണ്ട് ഇഷ്ടം. ഭാഷ ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അല്ലേ? ഒന്ന് പറഞ്ഞോട്ടെ, പെട്ടെന്നുള്ള മറുപടിയാ നമുക്കെല്ലാം ഇഷ്ടം. നിങ്ങളുടെ വീട്ടിലെ 2 കുഞ്ഞുണ്ടെന്നിരിക്കട്ടെ. ഇളയ കുഞ്ഞിന് 3 വയസ്സ്, മൂത്തവന് 10 വയസ്സ്. ചോക്ലേറ്റ് 2 പേരും ഒരുപോലെ കഴിച്ചു. ആദ്യം ആർക്ക് കൊടുക്കും? എന്താ കാര്യം? അവൻ വളർന്നിട്ടില്ല. മറുപടി താമസിക്കുന്നുണ്ടോ? അപ്പം പറയുന്നേക്കണോ? എന്റെ കുഞ്ഞ് പോയില്ലടാ, എന്റെ കുഞ്ഞ് പോയില്ല, എന്റെ കുഞ്ഞ് പോയിട്ടില്ല. അവൻ മെച്ചൂറായി. താമസിച്ചാലോ ഇനി ഞാൻ ചോദിക്കട്ടെ, ഇനി ഏത് മറുപടിയായിട്ട്? ഓ രക്ഷപ്പെട്ടു. ഭാഷയ്ക്ക് പണി പറഞ്ഞു. പ്രാർത്ഥനയ്ക്ക് 3 അവസ്ഥയുണ്ട്. പെട്ടെന്നുള്ള മറുപടി കിട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത്, അയ്യോ ഞാൻ പ്രാർത്ഥിച്ച് പെട്ടെന്ന് കിട്ടി, അത് തന്നില്ലെങ്കിൽ നീ പോകാമെന്ന് നമുക്കറിയാം, അതുകൊണ്ടാ പെട്ടെന്ന് വന്നത്. താമസിച്ചു കൊടുത്താൽ തമ്മിലറിയാം, അല്പം വൈകിയാലും എന്റെ ഒരു മാസം പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ തന്നെ ഉണ്ടാകും. എന്റെ ചർച്ചില് ഇത് പറഞ്ഞോട്ടെ, 13 വർഷമായിട്ട് പിള്ളേരില്ല. ഷിബു എന്താ പേര്? 13 വർഷമായിട്ടില്ല, കുഞ്ഞുങ്ങളില്ല. നിങ്ങൾക്ക് കേൾക്കണോ? 10 മണിക്ക് ആരാധന തുടങ്ങും, 7 മണിക്ക് ക്രിസ്മസിന് തുടങ്ങും, 6 മണിക്ക് വന്ന് ചർച്ച അടിച്ച് പാരിടുന്നത് 13 വർഷം കുഞ്ഞില്ലാത്ത ഷിബുവാ. ഒരു ദിവസം വളരെ സങ്കടത്തോടെ കെട്ടിപ്പിടിച്ച് ഞാൻ ചോദിച്ചു, ഷിബുവേ, ഈ 13 വർഷവും കുഞ്ഞുങ്ങളില്ലാഞ്ഞിട്ടും താങ്കൾ ഇതുമൊക്കെ ദൈവത്തെ സ്നേഹിച്ച് കഴിഞ്ഞിട്ടും ഒരു സങ്കടവും ഇല്ലേ? എന്നോട് പറഞ്ഞു കേൾക്കണോ? കൊച്ചിനെ കിട്ടാനല്ല ഭാഷേ ഞാൻ വിശ്വാസത്തിൽ വന്നത്, നിത്യത്തിൽ പോയതാ. ഏതാനും മാസം കഴിഞ്ഞപ്പോൾ ഷിബുവേറും ഷീലയും കൂടി വീട്ടിൽ വന്നിരിക്കുന്നു. ഞാൻ ചെറുത് പറ്റി വീട്ടിക്കാരൻ ശരിയാണോ? അല്ല ഭാഷ, നമുക്ക് വിശേഷം. എണ്ണൂറ്റി ചില്ലാനും പിള്ളേരെ ഈ കൈകൊണ്ട് പ്രാർത്ഥിച്ച് ഞാൻ പതിച്ചിട്ടു. 150 കല്യാണം നടത്തി ഈ പ്രായത്തിൽ. ഇപ്പൊ കല്യാണമൊക്കെ കണ്ണടച്ചങ്ങ് കിട്ടിക്കും, കാണാൻ പാടും, ഉറക്കത്തിലും ഇപ്പൊ കല്യാണം. അല്ലേ ദൈവം നമ്മുടെ പൊസിഷൻ മാറ്റുന്നത് കർത്താവ് സ്വന്തം ചെയ്തത്. സമയം പോകുന്നല്ലേ? നിലവിളി കേട്ടില്ലെങ്കിലും നിങ്ങൾ എന്ത് നിർത്തരുത്,
മനസ്സിലാകുന്നത് രണ്ട്, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത് എന്ത് ചെയ്യണം? അടുത്ത വാക്യം വായിച്ചാൽ മതി. വായിച്ചേ. അപ്പൊ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് നിർത്തരുത്? ആരാധന നിർത്തരുത്. ഹലോ, ഭാര്യയും ഭർത്താവും കൂടി വഴക്കിട്ടാൽ കുടുംബ പ്രാർത്ഥന കൊടുക്കും. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് എല്ലാം കൂടി ഒച്ചപ്പാടും തോളം ഉണ്ടാക്കുന്ന സന്ധ്യയിക്കില്ല. എവിടെ നോക്കിയാലും പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന സന്ധ്യയിക്കില്ല. ഒരു കാര്യം ഓർക്കണം, മറുപടി കിട്ടിയില്ലെങ്കിലും ആരാധന കൂട്ടിയിരിക്കണം. അതാണ് സ്വന്തം ചെയ്യുന്നത്. ഓർഡിനൻസിനെ കൂടി ചിരണ്ടിക്കൊണ്ട് ഒരുവരിക്കുക ചാരത്തിൽ. അവൻ പറയുന്നത് കേൾക്കണോ? ഈ ദൈവത്തിന്റെ പക്കം നിന്നോ നന്മ മാത്രമല്ല പിന്നെ കൂടി പ്രാപിക്കണം. 31 വാക്യത്തിൽ പറയുന്നു, ഞാൻ എന്റെ കണ്ണുമായിട്ടൊരു നിയമം ചെയ്തിരിക്കുന്നു. യോബേ, പ്രാർത്ഥനക്ക് മറുപടിയൊന്നും ഇല്ലല്ലോ. യോബിന്റെ മറുപടി ഇല്ലെന്ന് കരുതി ആരാധനയെ കുറക്കത്തില്ല. എന്റെ കർത്താവ് സ്വന്തം ചെയ്യുന്നത്, കർത്താവ് സ്വന്തം ചെയ്യുന്നത്. എത്ര മറുപടി കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ ആരാധന കുറയ്ക്കരുത്. കേൾക്കണോ? ഭർത്താവ് നഷ്ടപ്പെട്ടു, അമ്മായിയപ്പൻ നഷ്ടപ്പെട്ടു, സകലരും നഷ്ടപ്പെട്ടവർ ഊത്തു പറയുന്നു, നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം. നീ പോകുന്നിടത്ത് ഞാനുമുണ്ട്, നീ വലിച്ചടക്കപ്പെടുന്നിടത്ത് ഞാനുമുണ്ട്. മറുപടി കിട്ടിയില്ലെങ്കിലും ആരാധിക്കാൻ തയ്യാറാണ്. ഈ സഭയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് മറുപടി കിട്ടിക്കഴിയുമ്പോ ലാൻഡ് ക്രൂസർ കിട്ടിക്കഴിയുമ്പോ അല്ലെങ്കിൽ വണ്ടി കിട്ടിക്കഴിയുമ്പോ ഭയങ്കര ഒച്ചപ്പാടും ബഹളം ഇതൊന്നുമല്ല. ഒന്ന് കിട്ടിയില്ലെങ്കിൽ നീ ആരാധിക്കണം. ഞാൻ ഇന്നലെ സഹോദരനോട് ഞാൻ പറഞ്ഞു, കർത്താവിന് ദൈവം തരാൻ തുടങ്ങിയ നെല്ലിക്കച്ചാക്കിന്റെ ഉത്തരിച്ചു പോലെ അതെ. ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന എന്റെ കാറ് 18ാമത്തെ കാർ. സ്വന്തം കയ്യിലെ പറഞ്ഞ സൈക്കിൾ പോലും ഇല്ലാതിരുന്ന എനിക്ക് 18ാമത്തെ കാർ നമുക്ക് തന്നു. ഒന്നുമില്ല, അവൻ നിങ്ങൾ വന്നാൽ വേണമെങ്കിൽ എടുത്തിട്ട് പോയിക്കോ, 3 കിടന്നു ഇഷ്ടമാണ് പോയി. സ്വന്തം എന്റെ ചർച്ചിലെ ദൈവാസഭ കോട്ടയം കിട്ടിക്കുമ്പോൾ ഞാൻ പറയും, എന്തിനാ നടന്നു പോകുന്നത്? നടന്നുകൊണ്ട് വണ്ടി എടുത്തിട്ട് പോകും. അത് കിട്ടാനല്ല നമ്മൾ ഇറങ്ങിയത്. സൈക്കിൾ പോലും ഇല്ലാതിരുന്നപ്പോ തുള്ളിച്ചാടി ആരാധിച്ചപ്പോ തമ്പുരാൻ പറഞ്ഞു, ഇവരെ കിട്ടിയില്ലേലും ആരാധിക്കും, എന്താ കൊടുത്തേക്കാം. ജോലി കിട്ടിയില്ലേലും നീ ആരാധിക്കണം, ജോലി കിട്ടിയാലും ആരാധിക്കണം. അതിന്റെ തീരുമാനം എത്ര പേരുണ്ട്? 4ാമത്തെ ദിവസം നാളെ സമയവും ഈ ശബ്ദമൊക്കെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നേ. അല്ലെങ്കിൽ ഇതാണ് വേറെ മറ്റൊരു സ്റ്റൈലോട്ട് മാറിപ്പോകുമായിരുന്നു. എങ്കിലും നമ്മളറിയാം, പ്രാർത്ഥന കേട്ടില്ലെന്ന് കരുതി 1 നിന്റെ പ്രാർത്ഥന നിർത്തരുത്, 2 ആരാധന നിർത്തരുത്, 3 അവന്റെ പരിശുദ്ധിയെ നീ എന്ത് ചെയ്യുന്നത്? ചോദ്യം ചെയ്യുക. ചില പറയുന്നത് ഇത് ദൈവമാണോ? ദൈവമായിട്ടത് ഇങ്ങനെ ചെയ്ത്, ദൈവമായിട്ടത് ഇങ്ങനെ പ്രവർത്തിച്ച്. കുഞ്ഞെ, മറുപടി കിട്ടിയില്ലെങ്കിലും അവന്റെ പരിശുദ്ധിയൊക്കെ ഇറങ്ങി തുടരുത്. അവന്റെ വിശുദ്ധിയെ നീ കൈവെക്കരുത്. അവൻ വിശുദ്ധ തന്നെയാണ്, അവൻ അത്ഭുതം തന്നെയാണ്, അവൻ വീരനാണ്, അവൻ വിശുദ്ധ തന്നെയാണ്. അവൻ അടുത്ത വാക്യം വായിച്ചേ, ഈ 4ാമത്തെ വാക്യം. നാലാമത്തെ കാര്യം, അവൻ ദൈവത്തിന്റെ കൈവിട്ടെന്ന് തോന്നിയാൽ നീ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാമോ? പണ്ട് ദൈവം ചെയ്ത ഉപകാരം മറക്കരുത്. ഇന്നത്തെ വിഷയുടെ പ്രശ്നമല്ലേ ഉള്ളൂ. ഇന്നലെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് കരമടിച്ച് ആരാധിക്കാതില്ല.
അവൻ ഞാൻ നാളെ അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഇവിടെ പോകുമ്പോൾ ചൊവ്വാഴ്ച ഇവിടെ വരുന്നത് എന്റെ വിശ്വാസം കൊണ്ടുവന്ന പാസ്റ്റർ ജോഷി പാസ്റ്റർ. എല്ലാവരും റെഡിയായിക്കോ ചിരിക്കാൻ. ചിരിച്ച് 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 നിങ്ങളുടെ ബന്ധനമായി. ആ ദൈവദാസൻ മേലുള്ള ഒരു അഭിഷേകം. വാ തുറക്കണ്ട, മൊത്തം കഷണ്ടിയാ. കേറിങ്ങനെ നിന്ന് നോക്കിയാൽ ചെയ്യും. ഞാൻ ദൈവദാസൻ വരുന്ന മീറ്റിംഗ് പോയപ്പോ അവിടെ ദൈവദാസൻ ഭയങ്കര ഗാംഭീര്യമുള്ളവരാ. ആ കേറിയപ്പോ കൊണ്ട് പാസ്റ്റർ ജോഷി ചിരിപ്പിക്കരുത് കേട്ടോ. പുള്ളി പറഞ്ഞാൽ നോക്കണം. പാസ്റ്റർ പ്രസംഗിൽ കയറിയപ്പോൾ ഞാൻ പുൽപ്പിട്ട് നോക്കിയപ്പോൾ ആ പാസ്റ്റർ ചിരിക്കുന്നത് ഒരു വിടുതല. സ്വന്തം ചെയ്യുക. ചില തീരുമാനം ഉണ്ടെങ്കിൽ ആയുഷിലെത്തിയിട്ടില്ല, ചിരിക്കത്തില്ല. എനിക്ക് ഞാൻ ഇന്നലെ പറഞ്ഞോ, എനിക്ക് 8 ചേട്ടന്മാരുണ്ട്. അതിൽ ഒരു ചേട്ടൻ ഭയങ്കര സീരിയസ് ആണ്. വീട്ടിൽ അല്പസ്വല്പമൊക്കെ തമാശ പറയുന്നത് ഞാനാ. എല്ലാവരും കൂടി ഇരിക്കുമ്പോ ഞാൻ തമാശ പറയുമ്പോൾ പുള്ളി എഴുന്നേറ്റ് പോകും. പുള്ളിക്ക് തമാശ ഒന്നും ഇഷ്ടമല്ല. ഒരു ദിവസം എന്തോ തമാശ പറഞ്ഞ് എല്ലാവരും കൂടി ചിരിക്കുമ്പോ പുള്ളി എഴുന്നേറ്റ് പോയി. ഞാൻ ഓർത്തു എന്താ എഴുന്നേറ്റ് പോകുന്നത്, കൂടെ പോകാൻ കഴിയും. ഞാൻ പോയപ്പോ ഒരു ബാത്റൂമിൽ കയറി ഒറ്റയ്ക്ക് ചിരിക്കട്ടും പിന്നെ വന്നടക്കുന്നു. ആ പുള്ളിയുടെ അറിഞ്ഞ കൂട്ടത്തിൽ വെച്ച് ചിരിച്ചാൽ എന്തോ സാധനം പുള്ളിപ്പോട്ട് പോകും. ഒന്നും പോകത്തില്ല. ചിരിച്ച് സന്തോഷിക്കുന്ന ഒരു ഒരു കാര്യം കൂടി ഓടിച്ചൊന്ന് പറഞ്ഞോട്ടെ. 102 സങ്കീർത്തനവും എടുത്ത് എല്ലാവരും വേഗത്തിൽ 102 സങ്കീർത്തനം അതിന്റെ 6-7 വാക്യം വായിച്ച്. ഞാൻ മരുഭൂമിയിൽ ആരാകുന്നു. കുഞ്ഞെ, ഇത് ആരുടെ സങ്കീർത്തന? അതിന്റെ ഹെഡിങ് എന്ന് വായിച്ച 102 ഹെഡിങ് അരിഷ്ടം കുടിച്ചവന്റെ പ്രാർത്ഥനയല്ല. ആരുടെ പ്രാർത്ഥന? അരിഷ്ടണ്ട്. എപ്പോ നോക്കിയാലും സാവകാശം ചോദിക്കുക. ജോലിക്കൊക്കെ പോയോ? പോയി. ചിലർ എന്ത് പറഞ്ഞാലും ഒരു ജാതി നമ്മൾ കണ്ടിട്ടില്ലേ, ഇഞ്ചി കഴിച്ച് മോന്ത പോലെ സന്തോഷത്തോടെ ചിരിച്ചു കൊണ്ടെന്ന് പറഞ്ഞുകൂടെ? ഒന്ന് കേട്ടാൻ സ്വന്തം പറഞ്ഞു. അങ്ങനെ ഒരു പുള്ളി എഴുതിയ സങ്കീർത്തനം. ഏത് സങ്കീർത്തനം? 102. എങ്ങനെ ആരാ എഴുതിയത്? ഹെഡിങ് അരിഷ്ടണ്ട്. അപ്പൊ അരിഷ്ടന്മാരെ ആരും ഇല്ലാത്ത സ്വന്തം അരിഷ്ട സങ്കീർത്തനം എഴുതിയാൽ ഈ പുള്ളി ആരാകും? 3 പേര് വരാം. ഒന്ന് വായിച്ചു വായിച്ചു. അപ്പൊ ഈ പുള്ളി ആരായി? ചിരിക്കാറില്ല, സന്തോഷിക്കാറില്ല. അപ്പൊ പുള്ളി ആരായി? വേഴാമ്പൽ. അടുത്ത പേര്. രണ്ടാമത് ഈ പുള്ളി മൂന്നായി. മൂന്നാമത് അപ്പൊ ആയുഷ് ചിരിക്കാത്തവരും ആയുഷ് സന്തോഷിക്കാത്തവരും ഈ 3 പേരിലാണ്. ആരൊക്കെ പറഞ്ഞേ? വേഴാമ്പൽ, മൂങ്ങ. അപ്പൊ ഇനി ചർച്ചകളൊക്കെ വരുമ്പോ ഇങ്ങനെ പിടിച്ച് ഈ നമ്മുടെ നാട്ടില് മഴ വന്നു കഴിയുമ്പോ വർഷകാലമാകുമ്പോ ഈ കാർ ഓടിച്ചെത്തുമ്പോ തവളയില്ലേ നടുവോട്ടി ചാടി കയറി ഇങ്ങനെ വണ്ടി കയറുമ്പോൾ സൗണ്ട് കേട്ടു. അത് പരിപാടി കഴിഞ്ഞ. അപ്പൊ അങ്ങനെ അസൽ വിളിച്ച് കയറി വരുന്നവരെ കാണുമ്പോൾ മൂന്നാമത് വേഴാമ്പല് വരുന്നു, കുരുകില് വരുന്നു. ദൈവം പറയുന്നത് ഈ വേഴാമ്പലും ഈ കുരുകിലും ഈ അവൻ മൂന്നായി മാറണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. കേൾക്കാൻ സന്തോഷമുണ്ടോ? അത് പറയണമെങ്കിൽ ഒരു എല്ലിന് പറയണം. വേഴാമ്പൽ മാറണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരാണ്? മൂന്ന് മാറണമെന്ന് ആഗ്രഹമുള്ള എത്ര പേര്? കുരുകില് മാറണമെന്ന് ആഗ്രഹമുള്ള എത്ര പേര്? അങ്ങനെ ആഗ്രഹമുള്ള നിങ്ങൾക്ക് ഒരു വാക്യം തരുന്നു. 103 ആ വാഴ്ത്തുക വാഴ്ത്തുക വാഴ്ത്തുക. അവൻ മൂന്നാം മാറണമെങ്കിൽ എന്ത് ചെയ്താ? ഉപകാരങ്ങൾ. ദൈവം ഒരു ഉപകാരം പോലും ചെയ്ത ആളുകൾ ഇതിനകത്തുണ്ടെങ്കിൽ ഒരു ചെറിയ ദൈവമാണ്.
52 സങ്കീർത്തനത്തിൽ അരിഷ്ടനായിരുന്നു വലിയപ്പോ പുള്ളി ആരായി പോയി? 3 പേര് കേട്ടില്ലേ? ദൈവം ചെയ്ത നന്മ വർണ്ണിച്ചപ്പോ ഈ പുള്ളി ആരായെന്ന് ഞാൻ അടുത്ത വാക്യത്തിൽ തെളിയിക്കാം. ഒന്നെടുത്ത് വായിച്ച് അതിന്റെ 103 സങ്കീർത്തനത്തിന്റെ തന്നെ 5-ാമത്തെ വാക്യം. 103:5. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരാം. ദൈവം ചെയ്ത നന്മ വാടിയാൽ നിന്റെ യൗവനം പുതുക്കി വരാം. കഴുകനെ പോലെയാണോ അവൻ ചെയ്ത നന്മയെന്ന് പാടിയാൽ മതി. അവൻ ചെയ്ത ഉപകാരമെന്ന് പാടിയാൽ മതി. മനസ്സിലായ ഏഴാമത് മാറി. 103:1 ദൈവം ചെയ്ത നന്മ ഈ മനുഷ്യൻ വർണ്ണിച്ചപ്പോൾ 5-ാം വാക്യത്തിലെത്തിയപ്പോൾ ഇയാൾ കഴുകനായി. ദൈവം കൈവിട്ടെന്ന് തോന്നിയാൽ ദൈവം കൈവിട്ടെന്ന് തോന്നിയാൽ ഇനി ചെയ്യേണ്ടത് നിന്റെ തലമുറകളോട് ഈ യേശുവിനെ കുറിച്ച് പറയണം. ആ സങ്കീർത്തനത്തിലുണ്ട്, എന്റെ തലമുറകളോട് ഞാൻ ഇത് വിവരിക്കും. അടുത്തത് സാമാവത്തിയെ ഞാൻ അവിടെ കീർത്തിക്കും. കൈവിട്ടെന്ന് തോന്നിയാൽ നീ കീർത്തിച്ചേക്കണം. തലമുറയോട് യേശുവിനെ കുറിച്ച് പറഞ്ഞേക്കണം. സ്തുതി നിർത്തരുത്, ആരാധന നിർത്തരുത്, കൈകൾ നിർത്തരുത്, പാട്ട് നിർത്തരുത്, സ്തോത്രം നിർത്തരുത്. പിതാവേ, പരിശുദ്ധനെ നല്ല ദൈവമേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്നും പകൽ കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, ഞങ്ങളുടെ ജയോത്സവമായി ഞങ്ങളെ നടത്തി. കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, ഞങ്ങളുടെ വചനത്തെ ഞങ്ങൾ കേൾപ്പിക്കുന്നു. സ്വർഗ്ഗത്തിലെ ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിലിരുന്ന് കർത്താവെ ഞങ്ങൾ കേട്ടതായ കർത്താവെ വചനങ്ങളെ കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതത്തെ കർത്താവെ 100 മേനിയായി ഫലക്കായി സ്വർഗ്ഗം വെട്ടിയാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ചിന്താ മണ്ഡലങ്ങളിലും കർത്താവെ ഞങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളിലും ഒക്കെ കർത്താവെ ഹല്ലേലൂയ സമൃദ്ധിയായി ഫലക്കായി സ്വർഗ്ഗം വെട്ടിയാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ തിരുമുഖത്ത് നോക്കുവാനും അവൻ ഞങ്ങളുടെ ഏത് സമയത്തും അവൻ ഞങ്ങളുടെ ഏത് സാഹചര്യത്തിലും കർത്താവേ സ്തോത്രം അങ്ങയെ വിളിച്ച് പ്രാർത്ഥിപ്പാൻ അവൻ സ്തോത്രം ഞങ്ങളുടെ ഉള്ളിൽ അവൻ സ്തോത്രം ഹല്ലേലൂയ അവൻ ഒരു തീരുമാനത്തെ ഇന്ന് പകൽക്കാലം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് അവിടെ നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഇന്ന് പകൽ കർത്താവേ സ്തോത്രം ഹല്ലേലൂയ ഞങ്ങളെ ഒരു നാളും കൈവിടാത്ത അവൻ സ്തോത്രം ഹല്ലേലൂയ ഇതാ ലോകാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ഞങ്ങളുടെ നല്ല കർത്താവേ അങ്ങനെ തിരുപ്പാദങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ അങ്ങനെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവൻ ഞങ്ങളുടെ നല്ല നേരത്തോ ഞങ്ങളുടെ ദുഃഖത്തിന്റെ നേരത്തോ ഞങ്ങളുടെ സന്തോഷത്തിന്റെ നേരത്തോ അവൻ സ്വന്തം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഉപകാരങ്ങളും അവൻ സ്വന്തം ഓർത്ത് അവൻ സന്തോഷത്തോടെ സ്തുതിക്കുന്നവരായി തീരുമാൻ സ്വർഗ്ഗങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ അങ്ങനെ ദാസനോട് ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്തു. കർത്താവെ കൂട്ടിവരുത്തി ആത്മാക്കൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്തു. നല്ല പിതാവെ തുടർന്നുള്ള ദിവസങ്ങളിൽ ജയോത്സവമായി കൂടുതൽ അവൻ ദൈവവചനത്തിൽ ശക്തിപ്പെടുവാൻ അവൻ ആത്മാവിനും സത്യത്തിലും ആരാധിക്കുവാൻ ഏത് സാഹചര്യത്തിലും ദൈവത്തെ വാഴ്ത്തുവാൻ സ്വർഗ്ഗങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് പ്രാർത്ഥന നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗ്ഗങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ പൊന്നുനാമത്തിൽ തന്നെ നല്ല പിതാവേ, പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹവും പുത്രനായിരിക്കുന്ന യേശുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധ ആത്മാവിന്റെ സമ്മതവും സഹവാസവും നാം എല്ലാവരോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശു മുഖാന്തരം ചെയ്യുന്ന പിതാവാം ദൈവത്തിന്റെ ഭാഗത്തും